നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 3 തിങ്കളാഴ്ചയാണ്. ഇന്ത്യൻ വിപണി വീണ്ടും വലിയ ഇടിവിലേക്കാണ് വെള്ളിയാഴ്ച പോയത്. ഒരു തിരിച്ചുവരവ് എന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വീണ്ടും ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത കൂടി വരുന്നു. മുൻ സെബി ചെയർപേഴ്സൺ മദാർ ബി പൂരി ബുച്ചിനും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പ് ആരോപിച്ച് മുംബൈ അഴിമതി വിരുദ്ധ കോടതി FIR ചുമത്തിയിരിക്കുന്നു. ഇതിനെതിരെ സെബി കോടതിയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളും വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകൾ വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. ഇരുവരും പരസ്പരം രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. ഒടുവിൽ സെലൻസ്കി ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. യൂറോപ്യൻ യൂണിയനും UK അദ്ദേഹത്തിന്റെ സമീപനങ്ങളോട് യോജിച്ചു നിൽക്കുന്നു. ഈ വാർത്തയ്ക്ക് ശേഷം S&P 500 നെഗറ്റീവിലേക്ക് പോയെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വന്നു. S&P 500 1.59% ഉയർന്നാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് 1.63% ഉയർന്നു. ഡൗ ജോൺസ് 1.39% ഉയർന്നത്. ഇനി വെള്ളിയാഴ്ച ഫെഡറൽ റിസർവ് ഏറ്റവും പ്രാധാന്യത്തോടെ കാത്തിരിക്കുന്ന PCE ഡാറ്റ പുറത്തു വരികയുണ്ടായി. എസ്റ്റിമേറ്റുകളെ മീറ്റ് ചെയ്യുന്ന ഡാറ്റയായിരുന്നു വെള്ളിയാഴ്ച പുറത്തു വന്നത്. ഇനി നാളെ മുതലാണ് മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ താരിഫ് ആരംഭിക്കുന്നത്. എന്നാൽ 25% താരിഫ് അന്തിമമല്ല എന്നാണ് ഇപ്പോൾ അധികൃതർ US നിന്നും സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ വെള്ളിയാഴ്ച പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരു ഗംഭീര റിക്കവറി നമുക്ക് കാണാൻ കഴിഞ്ഞത് ബിറ്റ്കോയിനിലായിരുന്നു. $78,250 ടച്ച് ചെയ്ത ബിറ്റ്കോയിൻ $94,000 തിരിച്ച് വന്നിരിക്കുന്നു. അതായത് 20% റിക്കവറിയാണ് കേവലം 2 ദിവസം കൊണ്ട് ബിറ്റ്കോയിനിലുണ്ടായത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ ചെറിയൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 63,250 രൂപയാണ്. ഏതായാലും ഇന്ത്യൻ വിപണിയിൽ ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് നമുക്ക് സാധ്യതയുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെയും വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. കുറച്ച് ദിവസമായി മാർക്കറ്റ് വലിയ നെഗറ്റിവിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തു വന്ന ഒരു ഡാറ്റ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. രണ്ടാം പാദത്തിലെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കനത്ത ഇടിവിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ സൂചന നൽകി തുടങ്ങി. ഇപ്പോൾ ഇതാ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.2%. രണ്ടാം പാദത്തിൽ ഇത് 5.6%. എന്നാൽ 2023 മൂന്നാം പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളർച്ചാ നിരക്കിൽ ഇടിവുണ്ട്. 2023 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ നിരക്ക് 9.5%. രണ്ടാം പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൃഷി, ഉൽപാദന മേഖല, വ്യാപാരം, ഹോട്ടൽ, ഗതാഗതം, ഖനനം എന്നിവയിൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉയർന്നിരിക്കുന്നു. ഏതായാലും ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു തിരിച്ചുവരവ് വളരെ പോസിറ്റീവായി തന്നെ കാണാം. മറ്റൊരു മുഖ്യമായ വാർത്തയുള്ളത് മുൻ സെബി മേധാവിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ FIR ഉത്തരവിട്ടു. മുൻ സെബി ചെയർപേഴ്സൺ മദാർ ബി പൂരി ബുച്ച്, 3 സെബി ഉദ്യോഗസ്ഥർ, BSE ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പ് ആരോപിച്ച് മുംബൈ അഴിമതി വിരുദ്ധ കോടതി FIR ചെയ്യാൻ ഉത്തരവിട്ടു. 2019 ലിക്വിഡേറ്റ് ചെയ്ത കാൽസ് റിഫൈനറിയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് കൃത്രിമത്വവും വഞ്ചനയും സെബി അനുവദിച്ചു എന്നാണ് ഇപ്പോഴത്തെ കേസ് വരുന്നത്. ഏതായാലും ഇതിനോട് മാർക്കറ്റ് എത്തരത്തിലായിരിക്കും നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നത്തെ ആദ്യത്തെ വാർത്ത ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് 699 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. മറ്റൊരു കമ്പനി ശക്തി പമ്പ്സ് ആണ്. 23.9 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ശക്തി പമ്പ്സിന് ലഭിച്ചിരിക്കുന്നു. അടുത്തത് NLC ഇന്ത്യ എന്ന കമ്പനിക്ക് SJVNൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി പ്രൊജക്റ്റ് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരുന്നു. ആദ്യം ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ 8.2% ഒരു ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 79,344 യൂണിറ്റിലാണ് ഇപ്പോൾ സെയിൽസ് ഉള്ളത്. ടോട്ടൽ ഡൊമസ്റ്റിക് സെയിൽസിൽ 9% ഇടിവും രേഖപ്പെടുത്തി. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ 7% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് മാരുതി സുസുക്കിയാണ്. 1% വർധനവ് ഇയർ ഓൺ ഇയറിൽ സെയിൽസിൽ അവർ രേഖപ്പെടുത്തി. അതായത് ടോട്ടൽ സെയിൽസിലാണ്. ഡൊമസ്റ്റിക് സെയിൽസിൽ 3.5% വർധനവും എക്സ്പോർട്സിൽ 13.5% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. പ്രൊഡക്ഷൻ 5.1% നേട്ടവും ഉണ്ടാക്കി. അടുത്തത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്.
ടോട്ടൽ സെയിൽസിൽ 14.8% നല്ലൊരു വർധനവാണ് രേഖപ്പെടുത്തിയത്. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 18.9% വർധനവും എക്സ്പോർട്സിൽ 99% വർധനവും കമ്പനി രേഖപ്പെടുത്തി. 3 വീലർ സെയിൽസിൽ 3.8% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കൂടാതെ കമ്പനിയുടെ ട്രാക്ടർ സെയിൽസിലും നല്ല വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഓപ്ഷൻ്റെ ബേസിക്സ് മുതലുള്ള കോഴ്സ് വെറും 4 ദിവസം കൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1000 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. നമ്മളിൽ ഒരുപാട് പേരുടെ പ്രശ്നം വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് ബേസിക് ആയ കാര്യങ്ങൾ മുതൽ നമുക്ക് പഠിച്ചു പോകാൻ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. 11,639 കോടി രൂപയ്ക്കാണ് FIS വെള്ളിയാഴ്ച സെല്ല് ചെയ്തത്. പക്ഷേ DISൻ്റെ വലിയ ബൈയിങ് ആയിരുന്നു വെള്ളിയാഴ്ച കാണാൻ കഴിഞ്ഞത്. 12,308 കോടി രൂപയുടെ ബൈയിങ് DISൻ്റെ ഭാഗത്ത് നിന്നും കാണാനും കഴിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ട്രംപിൻ്റെ താരിഫ് പ്ലാനുകളിൽ വ്യക്തതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നതിനാൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 1% നേട്ടത്തിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,358 88 പോയിൻറ്റ്സ് ഉയർന്നാണ്. അതായത് ഇപ്പോഴത്തെ ഇന്ത്യൻ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം 70 മുതൽ 75 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് വെള്ളിയാഴ്ച എണ്ണവില ഏകദേശം 1% ഇടിയുകയുണ്ടായി. പുതിയ US താരിഫുകളും കുർദിക്കിസ്ഥാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പുനരാരംഭിക്കാനുള്ള ഇറാഖിൻ്റെ തീരുമാനവുമാണ് എണ്ണവില വെള്ളിയാഴ്ച ഇടിയാനുള്ള കാരണമുണ്ടായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.82 പെർ ബാരൽ എന്ന നിലയിൽ 0.75% നേട്ടത്തിലാണ്. WTI ഉള്ളത് $70.33 പെർ ബാരൽ എന്ന നിലയിൽ 0.82% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ വിപണി കൂടുതൽ സെല്ലിംഗ് പ്രഷറിലേക്ക് പോയ ദിവസങ്ങളാണ് കടന്നുപോയത്. നിഫ്റ്റിയിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച 3% ഇടിഞ്ഞത്. 22,124 420 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ സംഭവിച്ച ഒരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായിട്ട് ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിലൂടെയാണ് നിഫ്റ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ച ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. അതും ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. ഇത് നമുക്ക് ഒന്നാമത്തെ നെഗറ്റീവായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യം ആവറേജ് വോളിയം. അത് ആവറേജ് ബിയറിഷ് വോളിയത്തേക്കാൾ ഇരട്ടിയുള്ള ഒരു ബിയറിഷ് വോളിയമാണ് വെള്ളിയാഴ്ച ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഒരു ബിയറിഷ് മൊറുബസു ക്യാൻഡലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതും വലിയൊരു നെഗറ്റിവിറ്റിയാണ്. ഇനി നമുക്ക് ഒരേ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കാണാൻ കഴിയുന്നത്, നിഫ്റ്റി ഇപ്പോൾ ഒരു ഓവർ സോൾഡ് ടെറിട്ടറിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്, ജൂൺ 2020 ശേഷം ആദ്യമായി 20 മന്ത് EMA നിഫ്റ്റി ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡൗൺ സൈഡിലെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ 100 EMA ഉള്ളത് 22,110 ലെവലിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡൗൺ സൈഡിലെ ഒരു സപ്പോർട്ട് ഇത് തന്നെയാണ്. അടുത്ത ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 21,800 ഇനി ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ കൂടിയുള്ളത്, ലോക്സഭ എലക്ഷൻ റിസൾട്ട് ഡേയുടെ അന്ന് നിഫ്റ്റി ഒരു ലോ ടച്ച് ചെയ്തിരുന്നത് 21,281 ആയിരുന്നു. ആ ഒരു ലോ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 20 മന്ത് EMA ഉള്ള 22,400 ലെവലിൽ തന്നെ ആയിരിക്കും. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും മുഡ് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,050 സ്ട്രൈക്കിൽ 214% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. ഇനി 22,050 സ്ട്രൈക്കിലെ കോൾ സൈഡിലെ ഷോർട്ട് ബിൽഡപ്പ് സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ്. 14,735% ഒരു വർധനവ്, ഒരു വലിയ ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ കാണുന്നത്. അടുത്തതായി 22,100 സ്ട്രൈക്കിൽ 212% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 41,229% ഒരു വലിയ വർധനവ്, ഒരു വലിയ ഷോർട്ട് ബിൽഡപ്പ് അവിടെ കാണാം. അടുത്തതായി 22,150 സ്ട്രൈക്കിൽ 407% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 6,635% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി കൂടുതൽ ഓപ്പൺ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും മുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്
ആദ്യം 22,500 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 22,300 സ്ട്രൈക്കിലും അതിനുശേഷം 22,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു പോയ 21,800 പുട്ട് സൈഡിലെ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,200 സ്ട്രൈക്കിലും തന്നെയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,300, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,800. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 22,124 420 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് സപ്പോർട്ട് എടുത്തിരുന്ന ഒരു ട്രെൻഡ് ലൈൻ, അതിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പക്ഷേ നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്നെസ് കുറവുമാണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000. ഇന്ത്യ വിക്സിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യ വിക്സ് പ്രത്യേകം വാച്ച് ചെയ്യണമെന്ന്. കാരണം കഴിഞ്ഞ 7 ദിവസങ്ങളിലായിട്ട് ഇന്ത്യ വിക്സ് ഇടിവിലായിരുന്നു. അതിൽ നിന്നും ഒരു റിക്കവറി വെള്ളിയാഴ്ച ഉണ്ടായി. അതായത് 13.91 4.53% ഉയർന്നാണ് ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.